أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور. സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പരമദയാലുവായ അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ച് പഠിച്ച് മുന്നോട്ടു പോവാൻ പരിശ്രമിക്കണമേ എന്ന് ഒരു മഹാഭാഗ്യം എന്ന കണക്കെ തന്നെ ഒരിക്കൽ കൂടി ഈ മഹത്തായ ദിനങ്ങളിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം ലഭിച്ച സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഔദാര്യം ഒന്നുകൊണ്ട് മാത്രം ജീവിതത്തിൽ ഒരിക്കൽ കൂടി റമദാനിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് തൗഫീക്ക് കിട്ടിയിരിക്കുകയാണ്. അതർഹിക്കുന്ന പവിത്രത കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ മാസത്തെ കൊണ്ടു നടക്കാൻ കഴിയുന്നത്ര പുണ്യങ്ങൾ, നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ, ആരാധനാ കർമ്മങ്ങൾ ചെയ്തു തീർക്കാനുള്ള തൗഫീക്കും റഹ്മത്തും ആഫിയത്തും റബ്ബുൽ ആലമീനായ റബ്ബ് നമുക്കോരോരുത്തർക്കും പ്രദാനം ചെയ്യുകയും നമ്മളുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ഉമ്മത്തിനും അത്തരമൊരു തൗഫീക്ക് അള്ളാഹു നൽകുകയും ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സ് നിറയെ സന്തോഷമുള്ള ഒരാനന്ദമുള്ള ഒരു സമയങ്ങളിലാണ് നമ്മൾ ഉള്ളത്. എന്തുകൊണ്ടാണ്
ഈ സമൂഹത്തിന്, ഈ സമുദായത്തിന് നമുക്ക് ഇത്തരമൊരു സന്തോഷമുള്ളത് എന്ന് ചോദിച്ചാൽ ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രവാചക നിയോഗവുമായി ഈ സന്തോഷത്തിന് ബന്ധമുണ്ട്. ഖുർആൻ അവതീർണമായി എന്നതാണ് ആ സന്തോഷത്തിന്റെ നിദാനം. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തുടർന്ന് ഞാൻ ഓതിവെച്ച സൂറത്തുൽ അൽ ബഖറയിലെ ഈ 185-ാമത്തെ ആയത്തിൽ ഇത്രയും ഭാഗം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസുബ്ഹു എന്ന് പറയുന്നത്. നോമ്പെടുക്കണം എന്ന കൽപ്പന പറയുന്നതിന് മുമ്പ് എന്താണ് റമളാൻ എന്ന് പറഞ്ഞു തരാണ് നമുക്ക്. എന്താണ് റമളാൻ? ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ആ സമയങ്ങളിൽ ഈ റമളാനിലാണ് ഖുർആൻ അവതീർണമായത് എന്നാണ്. എന്നിട്ട് ഉടനെ നമ്മളോട് പറഞ്ഞു ഖുർആൻ എന്താണെന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമുക്കത് ബയാൻ ചെയ്യാം. അതിന് മുമ്പ് പറഞ്ഞു ഒന്നുകൂടി പറഞ്ഞു തരുന്നു. ഫമൻ ശഹിദ മിൻകും ഫൽയസുംഹു. ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്ർ ഫൽയസുംഹു. ആര് ആ മാസത്തിൽ ജീവിക്കാൻ സൗഭാഗ്യം കിട്ടിയോ, അവിടെ സന്നിഹിതനായോ, സാക്ഷിയാണോ, ഫൽയസുംഹു, അവന് നോമ്പ് നിർബന്ധമാണ്. ഞാൻ ആ വാക്ക് ആദ്യം തന്നെ ഓർമ്മയിൽപ്പെടുത്തുകയാണ്. വിശ്വാസി എന്ന നിലയിൽ നോമ്പ് വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കാൻ ഒരു അവസരവും നമുക്കില്ല. ചില ആളുകൾ മനസ്സിൽ തോന്നിയേക്കാം, ഇന്നിപ്പോ ഏതായാലും പെട്ടെന്ന് നമ്മളൊരു യാത്രയിലാണ്, ഇന്നിടത്തേക്ക് പോവാണ്, ഇങ്ങനെ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും പലപ്പോഴും നമ്മൾ നോമ്പ് ഉപേക്ഷിക്കാറുണ്ട്. അങ്ങനെ ഒരു ചിന്ത നമുക്ക് വരാനേ പാടില്ല. കാരണം ബുനിയൽ ഇസ്ലാം അലാ ഖംസ്, 5 കാര്യങ്ങളിലാണ് ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടത്, അറിയാലോ. ഒന്നാമത്തത് ഷഹാദത്ത് കലിമ, 2 സ്വലാ, 3 സക്കാത്ത്. അതേ സ്ഥാനം നിസ്കാരത്തിന് കൊടുക്കണ, സക്കാത്തിന് കൊടുക്കുന്ന, അതിന്റെ മുമ്പേ ഷഹാദത്തിന് കൊടുത്ത രീതിയാണ് ഇതിന് കൊടുക്കുന്നത്, നോമ്പിന് കൊടുക്കുന്നത്. അതുകൊണ്ട് ചില ആളുകളൊക്കെ മരണപ്പെട്ട നമുക്കറിയാലോ, മരണപ്പെട്ടാൽ അയാളുടെ നിസ്കാരം ഏതെങ്കിലുമൊക്കെ ഖളാ ഉണ്ടോ ചോദിക്കാറില്ല. അത് അയാളുടെ ഇബാദത്തുമായി പോയി. പക്ഷെ ഇബാദത്തുകളിൽ പ്രധാനപ്പെട്ട നോമ്പിനെ കുറിച്ച് ചോദിക്കും. അയാൾക്ക് നോമ്പ് നോറ്റു വീട്ടാനുണ്ടോ? അത് നോറ്റു വീട്ടണം. നിങ്ങൾ നോക്കിയേ, ഇപ്പൊ പീരിയഡിലൊക്കെ ഉള്ള നമ്മുടെ സഹോദരിമാര്, അവര് അത്രയും സമയം അവർക്ക് നഷ്ടപ്പെടുന്ന നമസ്കാരം അവര് വീണ്ടും ഖളാ ചെയ്യണ്ടല്ലോ, അവര് വീണ്ടും ആവർത്തിക്കണ്ട. പക്ഷെ അതുപോലെ അല്ല നോമ്പെന്ന് പറയുന്നത്. നോമ്പ് വീണ്ടും അവര് നോറ്റു വീട്ടണം. ഞാൻ സൂചിപ്പിച്ചത് വളരെ ഗൗരവപൂർവം തന്നെ നമ്മൾ അതിനെ കാണണം. ഒരു ഹദീസ് കൂടി, അത് അവസാന സമയം ഉണ്ടെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. റുഖ്സ, ഒരു ഇളവില്ലാതെ, അള്ളാഹു വെച്ച നിബന്ധനകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഇളവില്ലാതെ ആരെങ്കിലും ഒരു നോമ്പ് ഉപേക്ഷിച്ചാൽ അവൻ കാലം മുഴുവൻ നോമ്പ് നോറ്റാലും അള്ളാഹുവിന് ആ നോമ്പ് ആവശ്യമില്ല എന്നുവരെ ഗൗരവപൂർവം ദീന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഗൗരവം അതുപോലെ തന്നെ മനസ്സിൽ നമ്മൾ സ്വീകരിക്കണമെന്ന് ആദ്യമേ ഉണർത്തുകയാണ് സഹോദരങ്ങളെ. ഖുർആൻ എന്ന് പറയുന്നത്, ഖുർആനും റമളാനും ഇണപിരിയാത്ത 2 മഹാ അത്ഭുതങ്ങളാണ്. ഈ സമയത്ത് അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുകയും അള്ളാഹുവിന്റെ സാമീപ്യം നമുക്ക് നേടിത്തരികയും ചെയ്യുന്ന ഒരുപാട് കർമ്മങ്ങൾ. ആ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഖുർആനുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. കഴിഞ്ഞ ഒരു 2 ഖുതുബയുടെ മുമ്പ് ഞാൻ ഈ വിഷയം ഒന്ന് വിശദമായി തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു. അത് ഒന്നുകൂടി ഓർത്തെടുക്കുകയാണ് സാന്ദർഭികം എന്ന നിലയിൽ. ഞാൻ ഓതിവെച്ച ആയത്തുണ്ട്. ആ ആയത്ത് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്ന ആളുകൾ, വഅഖാമുസ്സലാ, നിസ്കാരം നിലനിർത്തുന്ന ആളുകൾ, വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ,
അവർക്ക് നമ്മൾ കൊടുത്തത് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്ന ആളുകൾ അവരെന്തറിയോ, യർജൂന തിജാറത്തൻ ലൻ തബൂർ, ഒരിക്കലും നശിച്ചു പോവാത്ത ഒരു കച്ചവടമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരാഗ്രഹിക്കുന്നത്. ഒരു കച്ചവടം എന്ന് പറയുന്നത് ഈ ബിസിനസ്സുമായിട്ട് എപ്പോഴും നമ്മുടെ മനസ്സുകൾക്ക് എന്തെന്നില്ലാത്ത ഒരു ബന്ധമുണ്ട്. ലാഭം കിട്ടുമെന്നറിഞ്ഞാൽ, ലാഭത്തിന്റെ വലുപ്പം അറിഞ്ഞാൽ എത്ര സാഹസങ്ങൾക്കും എത്ര കഠിനാധ്വാനങ്ങൾക്കും നമ്മൾ തയ്യാറാവും. നമുക്ക് ഉറക്ക് പ്രശ്നമല്ല, നമ്മുടെ അധ്വാനം പ്രശ്നമല്ല. ഇവിടെ അള്ളാഹു പറയുന്നത് ഖുർആൻ പാരായണം ചെയ്യുക. ഖുർആൻ പാരായണം എന്ന് പറഞ്ഞാൽ ആ മലയാളം ഈ തിലാവത്ത് എന്ന് പറയുന്നതിന്റെ അർത്ഥം പാരായണം എന്നാണെങ്കിൽ പോലും അത് ചെറുതായി പോകും. ഞാൻ അത് പിന്നീട് ഒന്നുകൂടി പറഞ്ഞുതരാം. ഖുർആൻ തിലാവത്ത് ചെയ്യൽ, നമസ്കാരം നിലനിർത്തൽ, അള്ളാഹുവിന്റെ വഴിയിൽ പിന്നെ നമ്മൾക്ക് ലഭിച്ചത് കൊണ്ട് വിനിമയം ചെയ്യൽ, ഇതെല്ലാം നശിച്ചു പോവാത്ത ഒരു വലിയ ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു കച്ചവടമാണ് എന്നാണ്. എല്ലാറ്റിനേക്കാളും വലുതും സന്തോഷിക്കേണ്ടതും ഖുർആൻ കൊണ്ടാണ് ഉമ്മത്തെ എന്ന് ലോകത്തെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു തരികയാണ്. ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫറഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അതിന്റെ ഓരോ വാക്കുകളും പ്രസക്തമാണ്. ഒന്നുതൊന്നും ഒഴിവാക്കാല്ല എന്നർത്ഥം. അള്ളാഹുവിന്റെ റഹ്മത്ത്, അള്ളാഹുവിന്റെ ഫളില്, ആ ഫളിലാണിത്, അവന്റെ റഹ്മത്താണിത്. ഇതുകൊണ്ടാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത്. ഈ ഭൂമുഖത്ത് നമ്മൾ ശേഖരിച്ചു വെക്കുന്നത് എന്തെല്ലാം ഉണ്ടോ അതിനേക്കാളൊക്കെ മികവാർന്നത് ഇതാണ് കേട്ടോ. ഇതാണ് ഇപ്പോ ഇത് വിശദീകരിക്കുന്നതിന് മുമ്പ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു മഹത്തായ വചനമുണ്ട്. ആ വചനം ഒന്ന് സാന്ദർഭികമായി ശ്രദ്ധിച്ചു നോക്കിയേ. ഖുർആനുമായി നമ്മൾ ബന്ധപ്പെടണമെങ്കിൽ അടിസ്ഥാനപരമായി രണ്ട് കാര്യങ്ങളാണ് നമുക്കുണ്ടാകേണ്ടത്. ഒന്ന് ഇഖ്ലാസ് എന്ന് പറയും നമ്മൾ, അല്ലെ, ആത്മാർത്ഥമായ നിയ്യത്ത്. രണ്ട് വിശുദ്ധമായ ഒരു ഹൃദയം, നല്ല ഒരു മനസ്സും ഹൃദയവും നല്ല നിയ്യത്തുണ്ടായി. രണ്ടും പരസ്പര ബന്ധിതാണ് കേട്ടോ. ഇത് രണ്ടും ഉണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്ന ഒരു വാക്കെന്തറിയാമോ? ലൗ തഹറത്തിൽ ഖുലൂബു മാ ശബിഅത് മിൻ കലാമില്ലാഹ്. മനസ്സിന് തഹൂറുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ കലാം എത്ര കേട്ടാലും, നിങ്ങൾ മറക്കരുത്, ഒന്ന് അനങ്ങിയിരുന്ന് കേൾക്കണേ. നമ്മുടെ മനസ്സിന് തഹൂറുണ്ടെങ്കിൽ, മനസ്സ് വിശുദ്ധമാണെങ്കിൽ അള്ളാഹുവിന്റെ കലാം എത്ര കേട്ടാലും മതിയായില്ല എന്നാണ് തോന്നുക. നമ്മള് എത്ര കേട്ടാലും അടങ്ങൂല ഈ അർത്ഥത്തിൽ. ഇപ്പൊ നമ്മൾ നോക്കിയേ, എത്ര ഭക്ഷണം കഴിച്ചാലും വയറ് നിറഞ്ഞില്ല, ഇനിയും വേണം എന്ന് തോന്നുന്ന വാക്കാണ് ശബിഅ എന്ന് പറഞ്ഞാല്. എന്നതുപോലെയാണ് ശുദ്ധമായ മനസ്സാണ് നമ്മുടേതെങ്കിൽ അള്ളാന്റെ കലാം എത്ര കേട്ടാലും മതിയായില്ല എന്ന് നമുക്ക് തോന്നിപ്പോകുന്നതാണ്. അതുകൊണ്ടാണ് അള്ളാനോട് നിങ്ങൾ വർത്താനം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? പടച്ചവനോട് വർത്താനം പറയണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ മൻ അറാദ അൻ യതകല്ലമ മഅ റബ്ബി ഫൽയഖ്റഅൽ ഖുർആൻ. ഖുർആൻ നിങ്ങളോട് ഓതിക്കോളൂ എന്നാണ്. അള്ളാനോട് വർത്താനം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഖുർആൻ വായിക്കുക. അത് വായിക്കുമ്പോൾ നമുക്ക് തോന്നേണ്ടത് ഇതൊന്നും നിങ്ങൾക്ക് അറിയാത്തതല്ല കേട്ടോ. ഒന്നുകൂടി നമ്മൾ ചെയ്യുന്ന അമലിന്റെ മഹത്വത്തെയാണ് എടുത്തു പറഞ്ഞു തരുന്നത്. എന്നിട്ട് നമുക്ക് അവിടേക്ക് എത്താൻ കഴിയണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര നഷ്ടകാരികളായിരിക്കും, അല്ലേ? എത്ര നഷ്ടകാരികളായിരിക്കും. ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നോമ്പ് വിൽക്കാൻ അത്ര പോലും സമയം റസൂലിന് കിട്ടിയിട്ടില്ലല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിജ്റ 2-ാം വർഷത്തിലാണ് അവിടുന്ന് നോമ്പ് നിർബന്ധമാക്കുന്നത്. ഹിജ്റ 10-ലാണ് ഹബീബായ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത്. അതിനിടയിൽ 2-ൽ ഇറങ്ങി 10-ൽ പോകുക എന്ന് വെച്ചാൽ 10-ൽ തന്നെ പോകുന്നത് റബീഉൽ അവ്വലിലാണ് മരണം വരുന്നത്. പിന്നെ റമളാനിലേക്ക് പിന്നെയുണ്ട്. അപ്പോ ഒരു 7-8 കൊല്ലാണ്
നമ്മൾ നോമ്പ് നോറ്റതുപോലെയുള്ള ഒരു നോമ്പ് എടുക്കാൻ അവിടേക്ക് കഴിഞ്ഞുള്ളൂ. പക്ഷേ എണ്ണല്ല നോക്കേണ്ടത്, അവിടെ വണ്ണം കൂടുതലാ. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മുടെയൊക്കെ ഒരു ആയുസ്സിൽ നമ്മുടെ പ്രായം കണക്കാക്കിയാൽ ഒരു 30-35 ഒക്കെ സ്വബോധത്തോടുകൂടെ ആരോഗ്യത്തോടുകൂടെ, അത് കുട്ടികളാണ് സ്കൂളിൽ പഠിക്കണ കാലത്ത് കൊണ്ട് മാറ്റി നിർത്തിക്കളി, അന്നൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു സ്വബോധത്തോടുകൂടി എത്രയോ വർഷം എടുക്കാൻ നമുക്കൊക്കെ സൗഭാഗ്യം കിട്ടിയില്ല. എന്നിട്ട് ആ നോമ്പ് കാലവും നോമ്പ് അല്ലാത്ത കാലവും തമ്മിൽ യാതൊരു വ്യത്യാസം വരുന്നില്ല എന്ന് വരികയാണെങ്കിൽ നമ്മൾ ഒന്നുകൂടി നോക്കണം. നമുക്ക് മതിയായില്ല എന്ന് പറയേണ്ടത് എവിടെ ആയിരിക്കണം അറിയോ? അപ്പൊ ഖുർആനായിരിക്കണം എന്നുള്ളതാണ്. നിസ്സാരനായ എന്നോട് എന്റെ റബ്ബ് വർത്തമാനം പറയുകയാണ്. അവൻ എനിക്ക് ആ ഖുർആൻ തന്നത് എന്തിനാണ്? ഞാൻ പലവട്ടം കേൾപ്പിച്ചിട്ടുള്ള ഒരു വചനമുണ്ട്, വല്ലാതെ മനസ്സിൽ തോന്നിയൊരു വചനമാണത്. ഒരു ഗുരുനാഥൻ അത് പഠിപ്പിച്ചു തന്നതിന് ശേഷം ആ വാക്ക് മറന്നുപോയിട്ടില്ല. അബ്ശിറൂ ഫഇന്ന ഹാദൽ ഖുർആൻ ത്വറഫഹു ബിയദില്ലാ വത്വറഫഹു ബിഐദീകും ഫതമസ്സകു ബിഹി. അല്ലാഹുവിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു പാശം, ഒരു കയറിതാ അവൻ നിങ്ങളിലേക്ക് ഇട്ടു തന്നു. ഇതിന്റെ ഒരറ്റം അല്ലാഹുവിന്റെ കയ്യിലാണ്, മറ്റേ അറ്റം നിങ്ങളുടെ കയ്യിലേക്ക് ഇട്ടു തന്നിട്ട് നിങ്ങൾ അതിന്റെ ഓരോരം നിങ്ങൾ മുറുകെ പിടിക്കുക. ഹബിലുല്ലാഹിൽ മതീൻ. ഏതാണ് ആ പാശ? കയർ ഏതാണെന്നറിയാമോ? ഹബിലുല്ലാ അൽ ഖുർആൻ. അത് അൽ മതീനാണ്, ഏറ്റവും ബലവത്താണ്. മുറുകെ പിടിച്ചാൽ വിജയമുണ്ടാവും. ഈ ഭൂമിയിലൂടെ ആത്മവിശ്വാസത്തോടെ സഞ്ചരിക്കാൻ അല്ലാഹു നമുക്ക് തന്ന കയറാണ് ഖുർആൻ എന്ന് പറയുന്നത്. ആ ഖുർആനിന് നമ്മുടെ നെഞ്ചകത്ത് എന്ത് സ്ഥാനമുണ്ട് സഹോദരങ്ങളെ, എന്ത് സ്ഥാനമുണ്ട്! പഠിക്കാത്ത കാര്യമല്ല, ഓർമ്മപ്പെടുത്താത്ത കാര്യമല്ല. പക്ഷേ റമളാൻ ഇന്ന് ഈ മാസത്തിലെ റമളാനിലെ 2ാമത്തെ ദിനത്തിൽ തന്നെ നമുക്കിവിടെ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം കിട്ടുമ്പോ നമ്മൾ ഒന്നുകൂടി ആ വാക്കിനെ ആലോചിച്ച് നോക്കണം. അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ഖ തിലാവതിഹി. അപ്പോ ഖുർആൻ നമ്മൾ ഓതേണ്ടത് എങ്ങനെയാകണം? നമ്മൾ അതിനെ സമീപിക്കേണ്ടത് എങ്ങനെയാകണം? ഹഖ്ഖ തിലാവതിഹി, അത്യാവശ്യം ഗൗരവത്തോടുകൂടി മാത്രമാവണം. എനിക്ക് തോന്നുന്നത് നമ്മൾ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ തെറ്റുകാരായി തീരുക, ഏറ്റവും കൂടുതൽ ഉത്തരം പറയേണ്ടി വരിക ഒരുപക്ഷെ മറ്റുള്ള കാര്യങ്ങളിൽ ഒന്നും ആയിക്കൊള്ളണമെന്നില്ല, അത് ഖുർആനിന്റെ വിഷയത്തിൽ തന്നെയായിരിക്കും. ഖുർആനിന്റെ വിഷയം വന്നാൽ ഞാൻ ഉറപ്പു പറയാം, ഖുർആനിന്റെ വിഷയത്തിൽ ഞാനുങ്ങളും അള്ളാഹുവിന്റെ മുമ്പിൽ പരലോകത്ത് പ്രതികളാവാൻ സാധ്യതകളുണ്ട്. നമ്മൾ അത്യാവശ്യമൊക്കെ നമസ്കാരം, അതിന്റെയൊക്കെ ഗൗരവം എങ്ങനെ? ഗൗരവത്തിനൊന്നൊരു കുറവില്ല. എന്നാലും നിസ്കാരം കുറച്ചൊക്കെ ഒരു സമയം അങ്ങോട്ടും 10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റിയാലും നമസ്കാരത്തിന്റെ കാര്യത്തിൽ കുറച്ചൊക്കെ ശ്രദ്ധയുള്ളവരാണ്. കഴിവുള്ള ആളുകളൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഒരു ഉംറയെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ട്, ഹജ്ജ് ചെയ്ത ആളുകളുണ്ട്, സക്കാത്ത് കണക്ക് നോക്കി ഒക്കെ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്, അൽഹംദുലില്ലാ. പക്ഷെ ഈ സദസ്സിനെ നോക്കിയിട്ട് അതെല്ലാം ചെയ്തവരാണെങ്കിൽ പോലും ഖുർആനിനെ ആ രൂപത്തിൽ പരിഗണിച്ചിട്ടുണ്ട്, ഖുർആൻ പഠിച്ചിട്ടുണ്ട്, ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാൻ അല്ലാഹു നമുക്ക് കഴിയുമോ? നിങ്ങളോടുള്ളൊരു ചോദ്യമല്ല കേട്ടോ. നമ്മളൊന്ന് ഒരു ആലസ്യമില്ലാതെ ഇത് കേൾക്കേണ്ടതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഖുർആനുമായുള്ള മിനിമം ബന്ധമാണ് ഖിറാഅത്ത് എന്ന് പറയുന്നത്. നമ്മൾ എവിടുന്ന് പഠിച്ചാൽ നമ്മൾ മദ്രസ എന്ന് പഠിച്ചതാണ്. മദ്രസ അടി കിട്ടിയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ പഠിച്ച് എനിക്കൊക്കെ തോന്നണ ഇത്രയൊക്കെ വികാസം സംഭവിക്കാത്ത നമ്മുടെ ഒരു തലമുറ അപ്പുറത്തുള്ള നമ്മുടെ കാരണവന്മാര്, ഈ ഇരിക്കുന്ന ഒരു 60-70 വയസ്സിന് മുകളിലുള്ള എല്ലാ കാരണവന്മാരോട് ചോദിച്ചാലും അവർക്ക് ഏതാനും സൂറത്തുകളെങ്കിലും അവർക്ക് കാണാപ്പാടമുണ്ടാവും. അൽ കൗഫ് കാണാപ്പാടുള്ള നമ്മുടെ അമ്മമാരുണ്ട്. നമ്മുടെ അമ്മമാര് വെള്ളിയാഴ്ച രാവിലെ ഇരുന്നത് കാണാതെ വായിക്കും. യാസീനോതും നിസ്കാരപ്പായിൽ അതേപോലെ ഇരുന്നിട്ട്, അൽവാഖിഅ ഓതും, സൂറത്ത് തബാറക ഓതും, സൂറത്തുൽ മുൽക്ക് ഓതും. ഈ എണ്ണപ്പെടുന്ന സൂറത്തുകളെല്ലാം അവർക്ക് കാണാപ്പാടാ. അവരുടെ കൈ തൊട്ടു നോക്കിയാൽ തഴമ്പുണ്ടാവും. പല ആളുകളുടെയും തലയിൽ വരെ തഴമ്പുണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ ചുമടേറ്റിയിട്ട്. അത്ര ദാരിദ്ര്യവും കഷ്ടപ്പാടുമുള്ള ആ മാതാപിതാക്കൾ ജീവിച്ചിരുന്ന കാലത്ത്
ആ വാപ്പാരുമാരും അതൊക്കെ മനസ്സിൽ സൂക്ഷിച്ചിട്ടില്ലേ? നിങ്ങളത് അവിടെ ഒന്നിങ്ങനെ കൈവച്ചിട്ട് ആലോചിച്ച് നോക്കി. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് കഷ്ടപ്പാടാണുള്ളത്? ജീവിതത്തിൽ കഷ്ടപ്പാടുണ്ടാവും എന്ന് വെച്ചാൽ ഏതെങ്കിലുമൊക്കെ നമ്മൾ വിചാരിച്ച മാതിരി റോളിങ്ങിന് കിട്ടുന്നില്ല, ഇല്ലെങ്കിൽ അത് അവിടെ കുടുങ്ങി ഇവിടെ കുടുങ്ങി, അങ്ങനെയൊക്കെ ചെറിയ കഷ്ടപ്പാടല്ലാതെ നമ്മൾ അത്ര വലിയ മോശക്കാരൊന്നുമല്ല. സുഖത്തിന്റെ നടുവിലാണുള്ളത്. നിങ്ങൾ നോക്കിയേ, ആ സുഖം അനുഭവിച്ചു കൊണ്ടിരിക്കെ തന്നെ മദ്രസയിൽ പഠിച്ച അത്ര പോലും ബന്ധം ഈ ഖുർആനുമായിട്ട് നമുക്കില്ല എന്ന് പറഞ്ഞാൽ അള്ളാന്റെ കോടതിയിൽ നമ്മൾ കുറ്റക്കാരാവൂലേ? വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ ഒരു പരാതി പറയുമെന്ന് പറഞ്ഞു തരുന്നുണ്ട്. വഖാല റസൂൽ, ഈ ഉമ്മത്തിനെ നോക്കിയിട്ട് പറയാ, യാ റബ്ബി, ഇന്റെ റബ്ബേ, ഇന്ന ഖൗമി ഇത്തഖദു, എന്റെ ജനത ഹാദൽ ഖുർആൻ, ഈ ഖുർആനിനെ മഹ്ജൂറൻ, ഒരു അവഗണനയോടുകൂടിയാണ് റബ്ബെ സ്വീകരിച്ചത് എന്ന് പറയുമ്പോ, ഒരായുസ് ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആവോളം ആസ്വദിച്ചിട്ട്, അല്ലെ, ആസ്വദിച്ച് തിന്ന് സുഖിച്ചിട്ട് അള്ളാഹുവിന്റെ കലാമായ കിതാബിലെ ഒരായത്തെങ്കിലും മനസ്സിലാക്കാതെ മരിച്ചു പോവേണ്ടി വന്നാൽ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ എന്ത് മറുപടി പറയും? എനിക്ക് തോന്നുന്നുണ്ട് നമ്മളൊക്കെ ഇങ്ങനെ പഠിക്കാൻ അവസരം കിട്ടാത്ത കുറെ ആളുകൾ ഉണ്ടാവും. കാരണം എന്താ പറയുക, അപ്പൊ നമ്മൾ ഒരു 50-55 വയസ്സൊക്കെ പ്രായമുള്ള ആൾക്കാര്, അവരുടെയൊക്കെ പ്രായം വെച്ച് നോക്കിയാൽ മദ്രസോ സ്കൂളോ വിട്ട് പിന്നെ പഠിക്കാൻ അവസരങ്ങളില്ലാതെ എമ്പോടും അലഞ്ഞ് കഷ്ടപ്പെട്ട ആളുകളുണ്ട്. ആ കഷ്ടപ്പെട്ട സന്ദർഭങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ഈ മേഖലയൊക്കെ ആവും. പക്ഷേ നമ്മളൊരു അഡൽട്ട് എഡ്യൂക്കേഷൻ എന്നതുപോലെ പ്രായമെത്തിയ ആളുകൾക്ക് ഖുർആൻ പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ട് അതുപോലും സ്വീകരിക്കാത്ത കൂട്ടത്തിലാണ് റബ്ബേ ഞാനെങ്കിൽ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഒരു അവസ്ഥ ഉണ്ടാവുക. നമ്മൾ ശരിക്കും ആലോചിക്കണം പ്രിയരെ. ഞാന് ഈ റമദാനിലൊരു ആക്ഷേപം എന്ന നിലക്കല്ലട്ടോ ഞാൻ ഈ പറഞ്ഞത്. ഒരു കരുതൽ ഉണ്ടാവണമെന്നാണ്. നമ്മളെക്കാൾ മുമ്പ് സത്യനിഷേധികൾ ഖുർആനിനെ കുറിച്ച് പറഞ്ഞ വാക്ക് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വഖാലല്ലദീന കഫറു ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ വൽഔ ഫീഹി ലഅല്ലകും തഅലിബൂൻ. ഇന്ന് ലോകം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സംഗതിയാണ്. വഖാലല്ലദീന കഫറു, നിഷേധികൾ പറയുന്നുണ്ട്, ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, ഈ ഖുർആൻ നിങ്ങൾ കേൾക്കരുത് ട്ടോ. ആരാ പറയണ? നിഷേധികൾ പറയാ, ഈ ഖുർആൻ നിങ്ങൾ കേൾക്കരുത്. അത് കേൾക്കാനിട വന്നാൽ വൽഗൗ ഫീഹി, നിങ്ങൾ അവിടെ ബഹളങ്ങൾ ഉണ്ടാക്കണം. ആ ബഹളമാണ് രാജ്യാന്തര തലങ്ങളിൽ വരെ അസ്വസ്ഥതകൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഇതിന്റെയൊക്കെ ഭാഗമാണ്. സ്വസ്ഥതയാർന്ന അന്തരീക്ഷത്തിൽ കൃത്യമായി നടക്കുക ഖുർആനിക പഠനങ്ങളായിരിക്കും, ഇസ്ലാമിക ദഅവത്തായിരിക്കും. ആ ദഅവത്ത് നടക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവും. വൽഗൗ ഫീഹി ലഅല്ലകും തഅലിബൂൻ, എന്നാലേ നിങ്ങൾക്ക് ഇതിനെ അതിജയിക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഖുർആനിൽ വന്ന ഏതെങ്കിലും ഒരു അമല്, ഒരു നിർദ്ദേശം, ആ നിർദ്ദേശം തെറ്റാണ് എന്ന് ആരെങ്കിലും വാദിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാള് തന്നെ അള്ളാഹു ദുനിയാവിൽ തെളിവായി കൊണ്ടുവരും. ശ്രദ്ധിച്ചു നോക്കിയോ, അനന്തരാവകാശ മുതല് വീതം വെക്കുന്നിടത്ത് നമുക്ക് പെൺമക്കൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ വീതം കഴിഞ്ഞ് നമ്മുടെ സ്വത്തിൽ നിന്ന് വളരെ ചെറിയ ഒരു ശതമാനം നമ്മുടെ ബന്ധപ്പെട്ട ആളുകളിലേക്ക് ചെല്ലും. എവിടെ? നമ്മുടെ ബ്രദേഴ്സ്, നമ്മുടെ സിസ്റ്റേഴ്സ്, ഇവർക്കൊക്കെ അത് ദീനിന്റെ ഒരു ചിഹ്നമാണ്. അരെ, നമുക്ക് പെൺമക്കൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, ആൺമക്കൾ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകൂല. ആൺമക്കളും പെൺമക്കളും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഭാര്യ, പിന്നെ ഉപ്പ വാപ്പ, അങ്ങനെയൊക്കെയാണ് ഉപ്പ ഉമ്മാക്കൊക്കെയാണ് പോവുക. ബ്രദേഴ്സിനില്ല. പെൺമക്കളാണെങ്കിൽ ഒരു ചെറിയൊരു ശതമാനം, വളരെ ചെറിയൊരു ശതമാനം അങ്ങോട്ട് പോകും. അത് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് പുനർവിവാഹം നടത്തിയ ആളുകൾ ഇപ്പോൾ അയാളെപ്പോലും സംരക്ഷിക്കുന്നത് ബ്രദേഴ്സാണ്. അതൊരു അനുഭവം അള്ളാഹ് നമ്മുടെ മുമ്പിൽ തരികയല്ലേ? ശരിക്കും അത് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ട് ആ പാഠം,
അല്ലെ? പുനർവിവാഹം നടത്തിയ ഒരാള്, നാട്ടിൽ അറിയപ്പെടുന്ന ഒരു സുപ്രസിദ്ധനായ ഒരാൾ, അയാൾക്ക് ഒരു പ്രത്യേകമായ അസുഖം ബാധിച്ച് പെൺമക്കളല്ല സംരക്ഷിക്കുന്നത്, അവരുടെ ബ്രദേഴ്സാണ് സംരക്ഷിക്കുന്നത്. അള്ളാഹു എന്തിനായിരിക്കും ഇങ്ങനെ ഒരു നിയമം അവിടെ വെച്ചുകൊടുത്തത് എന്ന് നമ്മൾ കൃത്യമായി ആലോചിച്ചിട്ടുണ്ട്. ഞാനത് എന്തിനങ്ങൾക്ക് പറഞ്ഞു വെച്ചാൽ വെറുതെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി തന്നതാ. അള്ളാഹു ഒരു നിയമം ദീനിൽ വെച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്കൊരു നന്മയുണ്ടാവും. അതുകൊണ്ടല്ലേ വലീദ് ബിൻ മുഗീറ ഭാഷ പടുവണ്. അറേബ്യൻ ലോകത്ത് മുത്തുനബിയുടെ കാലത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ കാലത്ത് അദ്ദേഹത്തെ ഖുറൈശികൾ ചുമതലപ്പെടുത്തുകയാണ്. ഏതിന്? ഖുർആനിനെ തോൽപ്പിക്കണം, ഹബീബായ റസൂലിനെ പറഞ്ഞ് തറപറ്റിക്കണമെന്ന് പറഞ്ഞിട്ട് ആ തിരിച്ചു വന്ന മനുഷ്യൻ അബൂജഹലിനോട്, അംർ ബിൻ ഹിശാമിനോട് പറഞ്ഞ വാക്ക്, അവനെ വിട്. അരെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ? ഖുർആനിനെ ഒഴിവാക്ക്. ഇന്നലിൽ ഖുർആനിൽ ഹലാവ ലതലാവ ഇന്നഹു യഅലു വലാ യുഅലാ അലൈഹി. എന്തൊരു അറബി ഉണ്ടല്ലോ, അറബി അറിയുന്നവർക്ക് അറിയാം. ഞാനത് പലവട്ടങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന്റെ ഒരു മനോഹാരിത ഭയങ്കര. എന്താണ് ഇന്നലിൽ ഖുർആൻ? ഇത് പറഞ്ഞത് മുസ്ലിമല്ല, ഇത് പറഞ്ഞത് ഖുർആനിൽ വിശ്വസിക്കുന്ന ഒരാളല്ല. അപ്പൊ നമ്മളാണ് പറയുന്നതെങ്കിൽ നമുക്ക് ഇസ്ലാമിനെ കുറിച്ച് നല്ലത് പറയണമെന്ന് നമ്മുടെ ഈമാനിന്റെ താല്പര്യമുണ്ട്, ബാധ്യതയുണ്ട്. ഒരു മക്കത്തെ മുശ്രിക്ക് പറഞ്ഞ വാക്കാ ഇന്നലിൽ ഖുർആനിൽ ഹലാവ. ഖുർആനിനെ വിടട്ടാ, ഖുർആനിനൊരു വല്ലാത്ത ഹൽവയുണ്ട്, മധുരിമയുണ്ട്. ലതലാവ, അതിനൊരു വശ്യശക്തിയുണ്ട്. ഇന്നയോ ഇന്നഹു യഅലു വലാ യുഅലാ അലൈഹി, അത് ഉയരും, ഇത് എന്തിനേയും അതിജയിക്കും. അതിനെ അതിജയിക്കാൻ ലോകത്തൊന്നുമില്ല കേട്ടോ എന്ന് മുശ്രിക്കുകളുടെ നേതാവ് പറയുന്നു. നമ്മളെന്ത് പറയുന്നു? നമുക്കെന്താ ഖുർആനിനെ കുറിച്ച് അറിയാം? മതിയായില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ടാണ് ഉലമാ 5 ഘട്ടങ്ങൾ, മുൻകാല പണ്ഡിതന്മാരെ ഖുർആൻ തന്നെ നമുക്ക് 5 ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ ഖുർആനിനെ സമീപിക്കേണ്ടത് എന്ന് പറഞ്ഞു പഠിപ്പിച്ചിരുന്നുണ്ട്. 5 ഘട്ടം ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ ഇതേ മിമ്പറിൽ വെച്ച്. എന്നാലും ഓർമ്മപ്പെടുത്തി തരികയാണ്. 1 ലിസണിംഗ്, അൽ ഇസ്തിമാ, ശ്രദ്ധിച്ച് കേൾക്കുക. ലോകത്തെ എല്ലാ പഠന സംവിധാനങ്ങളും, ഭാഷാ നിപുണികളെല്ലാം ഒന്നാമത് ഏതൊരു കാര്യം പഠിക്കണമെങ്കിലും അത് ശ്രദ്ധിച്ച് കേൾക്കുക എന്ന് ഖുർആൻ പറഞ്ഞെന്തറിയാമോ? വഇദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഉ ലഹു വഅൻസിതു. ഖുർആൻ ഓതുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചു കൊടുക്കും. നിങ്ങൾക്കൊന്നും അറിയില്ലെങ്കിൽ പോലും നമ്മളൊരു കാതും കണ്ണും കൽബും അതിലേക്ക് കൊടുത്താലുണ്ടല്ലോ, നമ്മൾ അതിലേക്ക് അങ്ങനെ കീഴ്പ്പെട്ടു വരും. നിങ്ങൾ നോക്കിപ്പോ റമളാൻ തുടങ്ങി. റമളാന്റെ പ്രത്യേകത എന്താ? നമ്മൾ അറിയാതെ തന്നെ ഖുർആൻ എടുക്കാനും നമുക്ക് ഓതാനും തോന്നുന്നത് ഈ വിശിഷ്ടമായ ഈ സമയത്തിന്റെ ഒരു പ്രത്യേകതയാണ്. രണ്ടാമത്തത് എന്തറിയാമോ? വറത്തിലിൽ ഖുർആന തർത്തീല. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ തിലാവത്ത് വരേണ്ടത്. യത്ലൂനഹു ഹഖ്ഖ തിലാവത്തിഹി. അതെങ്ങനെ വേണമെന്ന് ചോദിച്ചാല് നമ്മള് ഈ നന്നായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്തറിയോ, ആദ്യം നമ്മൾ ശ്രദ്ധാപൂർവം കേട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി മനസ്സിൽ കേടില്ലാതെ അതിനെ സൂക്ഷിച്ചു വെക്കാനുള്ള മാർഗമാണ് തിലാവത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് സാവകാശം, നമ്മൾ വല്ലാത്ത ധൃതിയൊന്നും പിടിച്ചോതണ്ട, എത്ര പേജ് തീർന്നു എന്നതല്ല, മറിച്ച് സാവകാശം നമ്മൾ അതിങ്ങനെ ഓതിപ്പോകണം. എന്നിട്ട് എന്ത് വേണമെന്നറിയാമോ? മൂന്നാമത്തത്, അതിനെ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം. ഇത് വല്ലാത്തൊരു സംഗതിയാ. ഈ നമ്മുടെ ക്രിസ്തീയ സഹോദരങ്ങളില് വലിയ വലിയ പാതിരിമാര് പറയുന്നത് മുസ്ലിമീങ്ങളുടെ ഇഞ്ചീല്, അവരങ്ങനെയാണ് പറയാ, മുസ്ലിമീങ്ങളുടെ ഇഞ്ചീലും അഥവാ അവരുടെ ബൈബിള് അത് ഏടുകളിലല്ല നിലകൊള്ളുന്നത്, അത് അവരുടെ മനസ്സിലാണ്. അങ്ങനെ ഏടുകളിലില്ലാതെ മനസ്സിൽ നിലകൊള്ളുന്ന ലോകത്തെ ഏക ഇഞ്ചിയില് അത് ഖുർആനാണ് എന്നാണ് അവർ പറഞ്ഞു തരുന്നത്. എന്താ അങ്ങനെ പറയുന്നത്? ആലോചിച്ച് നോക്കി. ലോകത്തുള്ള എല്ലാ ഇപ്പൊ കാണുന്ന നമ്മുടെ ഈ മുസഹഫുകള്, ഏടുകളൊക്കെ ഇല്ലാണ്ടായി നോക്കുക. 10,000 കണക്കിന് ജീവനുള്ള മുസഹഫുകൾ എഴുന്നേറ്റ് നിൽക്കൂലേ?
ഒന്നുകൂടെ എന്നോടൊരു സഹോദരി ചോദിച്ചു, എന്റെ കുട്ടിക്ക് ഇത്ര പ്രായമുണ്ട്, അള്ളാഹു അവർക്കൊക്കെ നമുക്കും അവർക്കും ബർക്കത്തിന് അള്ളാഹു ചെരിയുമാറാവട്ടെ. എന്റെ കുട്ടി ഒരു കല്യാണപ്രായം കഴിയാനായ കുട്ടിയാ, അവൻ ഇപ്പോഴും ഖുർആൻ പഠിക്കണമെന്നുണ്ട്. ഞാൻ അവനെ ഏത് സ്ഥാപനത്തിൽ ചേർക്കും? ഞങ്ങൾ അത്യാവശ്യമൊക്കെ സാമ്പത്തിക ഭദ്രതയുള്ളവരാണ്. ഒരു സംഗതി ആലോചിച്ച് നോക്കണം. പ്രായം കൂടുന്തോറും പഠിക്കണമെന്നുള്ള ആ മോഹം വരിക എന്ന് പറയുന്നത് തന്നെ വല്ലാത്തൊരു അത്ഭുതമല്ലേ? അടുത്തതാണ് ഹിഫ്ള്, മനസ്സിൽ അങ്ങനെ സൂക്ഷിക്കണം. നാലാമത്തത് അതിനെക്കുറിച്ച് നമ്മൾ തദബ്ബുർ ചെയ്യണം. അതിന്റെ പഠനവും അതിന്റെ ഗ്രാഹ്യതയും വരണം. അവസാനത്തതാണ് വൽ അമലു ബിഹി, അതനുസരിച്ച് നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ഖുർആനാണ് നമ്മുടെ ജീവിതം. അപ്പൊ ഖുർആൻ പറഞ്ഞ കുടുംബമായോ, ഖുർആൻ പറഞ്ഞ മനസ്സായോ, ഖുർആൻ പറഞ്ഞ വർത്തമാനമായോ, അല്ലെ, ഖുർആൻ പറഞ്ഞ സമ്പത്തായോ, ഖുർആൻ പറഞ്ഞ വീടായോ, ഒക്കെ ഖുർആനുമായി നമ്മൾ ഇങ്ങനെ താരതമ്യം ചെയ്യണം. അതുകൊണ്ടാണ് വലിയൊരു ഗ്രന്ഥത്തിൽ കാണാം, കണ്ണാടി പോലെയാണ് ഖുർആൻ എന്നാണ്. ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ടെന്ന് വെക്കുക, നമ്മൾ ഇപ്പുറത്തുനിന്ന് നോക്കിയാലും അപ്പുറത്ത് നോക്കിയാലും ഒരേപോലെ ആ ഗ്ലാസ് എന്ത് ചെയ്യുന്നറിയോ, നമ്മളെങ്ങനെ കാണിച്ചു തരുന്നത് പോലെ ഖുർആൻ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും ഖുർആൻ നമ്മളെങ്ങനെ കാണിച്ചു തരും. അതിന് ഖുർആനിലേക്ക് നമ്മളൊന്നിറങ്ങണ്ടേ? ഒന്നിറങ്ങിയാൽ മതി, അല്ലെ? ഓസ്കാർ കിട്ടിയ റസൂല് പൂക്കുട്ടിയോടൊരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് ഈ സൗണ്ട് മിക്സിന്റെ കെമിസ്ട്രി, ഇതിന്റെ രസതന്ത്രം എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം ഉണ്ടാക്കിയ ആ രംഗമൊക്കെ ഒറ്റ വാക്കാൻ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. ആ പൂക്കുട്ടിക്ക് അവാർഡ് കിട്ടുന്നത് ഏതിൽ നിന്നാന്നൊക്കെ ഓർത്തെടുക്കുക. അത് കല്ലിൽ നിന്നും ഈ മരങ്ങളിൽ നിന്നും ഈ പ്രകൃതിയിൽ നിന്നുമാണ് എന്ന മറുപടി തരുമ്പോ ഈ പ്രകൃതിയെ സൃഷ്ടിച്ച പടച്ചറപ്പിന്റെ വാക്കുകൾക്ക് അതിനേക്കാളും ഒരു ആസ്വാദനം ഉണ്ടാവൂലേ, ഒരു ഇമ്പം ഉണ്ടാവൂലേ? ആ ഇമ്പം അനുഭവിക്കാൻ നമുക്ക് കഴിയണ്ടേ? അത് കഴിയണമെന്നതാണ് ജീവിതത്തിന്റെ വിജയം. വാക്കുകൾ ചുരുക്കുന്നു. ഇമാം മാലിക് റഹിമഹുല്ല അവരെ പോലെയുള്ള പണ്ഡിതന്മാര് റമളാനായാൽ ബാക്കി എല്ലാ പരിപാടിയും നിർത്തും. എവിടെ? വേറെ എന്തേലുമൊക്കെ ദർസും കാര്യങ്ങൾ അതിനൊന്നും പോകില്ല. എല്ലാ ദർസും നിർത്തിയിട്ട് സ്വന്തം പഠനത്തിലേക്ക്, ഖുർആൻ പാരായണങ്ങളിലേക്ക്, അതൊക്കെ അങ്ങനെ പഠിക്കുക, അത് പൂർത്തീകരിക്കുക, ഖത്തം ചെയ്യുക, അതൊക്കെ പുണ്യമുള്ള സംഗതിയാ. അങ്ങനെ നമ്മളും ബന്ധപ്പെടുക. ആ ബന്ധങ്ങളിലൂടെ നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുക. ഞാൻ എത്ര ബന്ധം പുലർത്തിയെന്ന് വീണ്ടും വീണ്ടും ചിന്തിക്കുക. ആ ചിന്തയിലൂടെ മുന്നോട്ട് നീങ്ങുക. അള്ളാഹു ഖുർആനിനെ സ്നേഹിക്കുന്ന, ഖുർആനിന്റെ വെളിച്ചത്തിലൂടെ മുന്നോട്ട് പോകുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അവൻ അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാവട്ടെ. അല്ലാഹു ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദര സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. രണ്ട് സംഗതികൾ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. ഒന്ന്, ഇത് മൗസിമുൽ ഇബാദയാണ്, ആരാധനകളുടെ മേളയാണ്. കൊണ്ട് ഒരു സമയവും നമ്മൾ നഷ്ടപ്പെടുത്താതെ ജീവിതത്തിൽ ഇതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ തിന്മകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി അള്ളാഹുവിനോട് തിന്മകളിലേക്ക് തിരിച്ച് എത്തിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്മയുടെ വഴിയിൽ നമ്മൾ സ്ഥിരനിഷ്ഠനാവാൻ ശ്രദ്ധിക്കുക. പിന്നെ അള്ളാഹു ആദരിച്ച ചിഹ്നങ്ങളെ ഒരു കാരണവശാലും നമ്മൾ അനാദരിക്കരുത്. ഇപ്പോ നമുക്ക് നമ്മുടെ ആരോഗ്യസ്ഥിതി ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാവും. എല്ലാ ആളുകൾക്കും നോമ്പ് നിർബന്ധമായിക്കൊള്ളണം എന്നില്ല, അത് അയാളുടെ പേഴ്സണൽ കാര്യമാണ്. എങ്കിൽ നമ്മൾ പുറത്ത് നോമ്പുകാരനായിട്ട് തന്നെ നിൽക്കണം. നമുക്ക് നോമ്പുണ്ടല്ലേ എന്നുള്ളതല്ല, പുറത്ത് നമ്മൾ അള്ളാഹ് ആദരിച്ച ചിഹ്നങ്ങളെ അനാദരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞിട്ട് നോമ്പ് ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത്. പക്ഷെ എന്റെ ആരോഗ്യസ്ഥിതി അതിന് അനുഗുണമല്ല എന്നുണ്ടെങ്കിൽ അള്ളാഹ് എനിക്ക് തന്ന ആ ഇളവ് ഞാൻ എടുക്കാം, ഓക്കെ. പക്ഷേ പുറത്ത് അനാദരിക്കുന്ന
ദീനിന്റെ ചിഹ്നങ്ങളെ ഇകഴ്ത്തുന്ന ഒരു സമീപനങ്ങളും പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ടാകാൻ പാടില്ല. പിന്നെ നോമ്പെടുക്കാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ ഒരു മാസത്തേക്ക് ഒരു ഫിദിയയായി നമ്മുടെ മഹല്ല് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് 1500 രൂപയാണ്. സാധിക്കാത്ത നോമ്പെടുക്കാൻ കഴിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ആ ഫിദിയ കൊടുക്കണം. ആ ഫിദിയയാണ് അതിന്റെ പ്രായശ്ചിത്തം. ശ്രദ്ധിക്കുക. നോമ്പ് തുറ വളരെ വ്യവസ്ഥാപിതമായി അത്യാവശ്യം ആളുകൾക്ക് ഭക്ഷണം കഴിക്കേണ്ട സൗകര്യത്തോടെയാണ് നമ്മൾ വർഷങ്ങളായി ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് സാധിക്കുന്ന ആളുകൾ അതിന്റെ ചാർജും കാര്യങ്ങളൊക്കെ പുറത്തുണ്ട്. പരമാവധി സഹായിക്കാൻ കഴിയാവുന്ന വിധത്തിൽ അതിനെ സഹകരിച്ച് നമ്മൾ നോമ്പ് എടുക്കുന്ന ആളുടെ ആ നന്മയിലും നമ്മൾ ഭാഗവക്കാകാൻ ശ്രമിക്കുക. പ്രാർത്ഥന ഒരു കാരണവശാലും കുറഞ്ഞു പോകരുത്. എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രാർത്ഥനയാണ് ഈ ദിനങ്ങളിൽ ഏറ്റവും മൂല്യവത്തായ ഒരു സംഗതി. അതുകൊണ്ട് തസ്ബീഹും തഹ്മീദും തഹ്ലീലും ഒക്കെ നമ്മൾ വർദ്ധിപ്പിക്കുക. ഖുർആൻ പാരായണം നന്നായി വർദ്ധിപ്പിക്കുക. ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക. നല്ല അവസരങ്ങൾ മാത്രം ഉണ്ടാക്കാൻ ശ്രമിക്കുക. പ്രാർത്ഥിക്കുക. റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹുവിന്റെ മഹത്തായ ഫളിൽ കൊണ്ട് അവൻ നമുക്ക് രണ്ട് ലോകത്തു നിന്നും മറച്ചു വെച്ച് വിട്ടുവീഴ്ച ചെയ്ത് നമ്മുടെ മേൽ അവന്റെ കാരുണ്യം അവൻ വർഷിപ്പിച്ച് നൽകുമാറാവട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന, മറ്റു അസ്വസ്ഥതകൾ കൊണ്ട് വേദനിക്കുന്ന ഓരോരുത്തരുടെയും വേദനകളിൽ നിന്ന് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകി നമ്മെ അവൻ തുണക്കുമാറാവട്ടെ. ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാവാൻ കഠിനാധ്വാനം ചെയ്ത നമ്മുടെ പൂർവികന്മാരുണ്ട്. അടുത്ത കാലത്തെ നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയ ആളുകളുണ്ട്. എല്ലാവർക്കും പടച്ച റബ്ബ് അവരെ ഓർക്കുകയാണ് നമ്മൾ. അവർക്ക് അർഹമായ പ്രതിഫലം നൽകി മഗ്ഫിറത്തും മർഹമത്തും നൽകി അള്ളാഹു അവരെയും തുണക്കുമാറാവട്ടെ. അവരെയും നമ്മെയും കുടുംബങ്ങളോടൊന്നിച്ച് അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഖുർആനിനെ അർഹിക്കുന്ന സ്നേഹവും പരിഗണനയും നൽകി ഖുർആനിലൂടെ ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് അള്ളാഹു നമ്മെ ഓരോരുത്തരെയും നമ്മുടെ മക്കളെയും തുണക്കുമാറാവട്ടെ. ഈ ലോകം വിട്ട് പിരിയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്